ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. പുതിയ വീട്ടിൽ വന്നിട്ട് കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് വ്ളോഗ്, ഈവനിങ് വ്ളോഗൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫുൾ വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാറാകുമ്പോൾ നീക്കണം. 4 മണി 4:30 ആവാറാകുമ്പോഴാണ് കേട്ടോ നീക്കാറ്. അപ്പം വീഡിയോയും കൂടി എടുക്കണ കാരണം കുറച്ച് ടൈം കൂടുതൽ പോകുമല്ലോ. അപ്പം ഞാൻ 4 മണിക്ക് തന്നെ എണീറ്റു, അല്ലെങ്കിൽ 4:30ക്കാണ് എണീക്കാറ്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 മണിക്ക് തന്നെ എണീക്കും കേട്ടോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോവാണ് നേരെ. തലേ ദിവസം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ആ പണികളൊന്നും ഉണ്ടാവില്ല. മാക്സിമം തലേ ദിവസം തന്നെ അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ പണികൾ കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ. അപ്പോൾ ശങ്കരേട്ടൻ കിടന്ന് ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 5:30ക്കൊക്കെയാണ് എണീക്കാറ്. അപ്പോൾ ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിലത്തെ ലൈറ്റ് രാത്രി ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ കിടക്കാറ്. അത് ചാർജ് ചെയ്യണ ബൾബാണ്. അപ്പോൾ കറണ്ട് പോയാലും കത്തും. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തില്ല വെച്ചെങ്കിൽ ആ ബൾബ് നാശമായി പോവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് രാത്രി ഇട്ട് വയ്ക്കും. പിന്നെ എനിക്ക് രാത്രി ഇരുട്ടത്ത് കിടക്കാൻ ഭയങ്കര പേടിയാണ്. ഞാനവിടെ ഒറ്റയ്ക്ക് ഒരുപാട് വർഷം ആ വീട്ടിൽ താമസിച്ചതല്ലേ. അപ്പോൾ അവിടെ ഒറ്റയ്ക്കായ കാരണം കൊണ്ട് തന്നെ വെളിച്ചമില്ലാതെ കിടക്കുമ്പോൾ വല്ല ഇഴജന്തുക്കളൊക്കെ അരിച്ച് വരുമെന്നുള്ള പേടി കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുക. ആ ശീലം എനിക്ക് മാറ്റാൻ പറ്റണില്ല കേട്ടോ. നമുക്ക് ഒരു 8 വർഷം 9 വർഷമൊക്കെ ശീലിച്ചൊരു ശീലം പെട്ടെന്ന് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് കിടക്കുക. ശങ്കരേട്ടന് അത് ഇഷ്ടമല്ല. ആൾക്ക് ലൈറ്റ് ഇട്ടിട്ട് കിടന്നിട്ട് ശീലമില്ലാത്ത കാരണം കൊണ്ട് ആൾക്കത് ഇറിറ്റേഷനാണ്. പക്ഷെ നമ്മളത് പറഞ്ഞ ആൾ ഓക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ മീൻകറി ഉണ്ട്, മീൻകറി തലേദിവസത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കിയാൽ മതി. രാവിലെ 7 മണിക്ക് ശങ്കരേട്ട പണിക്ക് പോകട്ടോ. അപ്പത്തിനും ചായയും കാര്യങ്ങളൊക്കെ ആവണം. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നീക്കണത്. ആദ്യം ചായക്കടയിൽ നിന്നാണ് ചായ കുടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കേണ്ട, നമ്മൾ എന്തായാലും റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ മാക്സിമം പൈസ നമുക്ക് സേവ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കും. കുറച്ച് രാവിലെ നേരത്തെ എണീറ്റാൽ മതിയല്ലോ. അത് കഴിഞ്ഞാൽ രാവിലത്തെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. തലേ ദിവസം ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയാണ് ചായക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തി തന്നെ കഴിച്ചു, ചോറ് കഴിക്കാൻ വിട്ടുപോയി. അങ്ങനെ ചോറ് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലരിയുടെ ചോറായതുകൊണ്ട് ചോറ് ചീത്തയായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ രാവിലത്തേക്ക് പുട്ടുണ്ടല്ലോ, രണ്ടടുപ്പത്തും കൂടി പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ നമുക്കതിൻ്റെ ഇടയിൽ കൂടെ ചായ വെക്കാൻ വേണ്ടിയിട്ട് കറണ്ടിൻ്റെ അടുപ്പുള്ളത് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഇത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചായ നമുക്കൊപ്പം വെക്കാം. രാവിലെ എനിക്കാണെങ്കിലും ശങ്കരേട്ടനാണെങ്കിലും ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ചായ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ അകത്തേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ക്ലേ ആർട്ടൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാതിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഓരോ ഹോബികളാണ് ക്ലേ ആർട്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധം എനിക്കതൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റു, പക്ഷേ തല ചുറ്റുന്ന പോലെ ഉണ്ടായിരുന്നു. അത് പിന്നീട് കുറച്ച് വിഷമത ഉണ്ടാക്കി. എനിക്ക് മുഖത്ത് കുരുവൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 5:30 ആവാറാകുമ്പോൾ ശങ്കരേട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്ത് പറ്റി, എണീറ്റിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ പതിവ് പോലെ ഫോണിൽ നോക്കി വാട്സപ്പൊക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ വിടാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ആളുടെ ഓഫർ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെ സ്റ്റാറ്റസ് കണ്ടിരുന്നു, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പണിക്ക് പോണിട്ടും കുറച്ച് മുന്നെയാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഓഫർ കഴിഞ്ഞു, ഓഫർ കയറ്റി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ GPayയിൽ നിന്ന് അങ്ങനെ ഓഫർ കയറ്റാനുണ്ടായത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇപ്പോൾ കാലത്ത് സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരുന്നേന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഫോൺ നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളെന്നെ കൂടി കാണിച്ചപ്പോൾ ഭയങ്കര ജിമ്മാണ്, ഇതാണ് എനിക്ക് വയറൊന്നുമില്ല, ഫുൾ ഓക്കെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ എപ്പോഴുള്ളതാട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളും തടി വയ്ക്കുന്നുണ്ട് നല്ല. അപ്പോൾ എക്സസൈസും കാര്യങ്ങളൊന്നും ആണെങ്കിൽ ചെയ്യാനും പറ്റാറില്ല. നമ്മൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കട്ടിലൊക്കെ കൊണ്ടുവന്ന കാരണം കൊണ്ട് കട്ടിൽ റെഡിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ശരീരം ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ കഷ്ടമാണ്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം
കറക്റ്റായിട്ട് എക്സസൈസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6:15 ആകുമ്പോൾ ആൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ്. ആളുടെ മേലൊക്കെ ഒരു വെള്ളപ്പാണ്ട് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണിച്ചു, പക്ഷെ അതൊന്നും ഓക്കെ ആവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തൃശ്ശൂർ പെരിങ്ങാവ് ജംഗ്ഷനിൽ DLC പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട്. ഡോക്ടർ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം വിവരം പറയാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ആൾക്ക് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഗുളികയുണ്ട് ഒരു തരം രാവിലെ രാത്രിയും, പിന്നെ ഓയിൽമെൻ്റ് ഉണ്ട് പുരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ തലചുറ്റും ശരീരം കുഴയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ പോയി ചെയ്തത്. പിന്നെ ഇവിടെ അലക്കുന്നതൊക്കെ ബാത്റൂമിലാണ്. നമ്മൾ ബാത്റൂമിൽ അലക്കുകല്ല് ഞാൻ രാവിലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അലക്കുകല്ല് പോയി ചോദിച്ചപ്പോൾ 2500 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശങ്കരേട്ടൻ തന്നെ ഒരു അലക്കുകല്ല് സെറ്റാക്കി തന്നു. നമുക്ക് അലക്കാനുള്ള സൗകര്യം ബാത്റൂമിൽ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് അലക്കണ കല്ല് കുന്നംകുളത്തുനിന്ന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കല്ലൊക്കെ വെട്ടുന്ന സ്ഥലമുണ്ട്, കല്ല് കുത്ത് പണിയുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ അലക്കണ കല്ലൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് 300 രൂപ കൊടുത്തിട്ട് ഒരു അലക്കണ കല്ല് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാത്റൂമിൽ അത് ഫ്ലോറിലിട്ടിട്ടാണ് കഴുകിയിരുന്നത്. അപ്പോൾ എനിക്ക് ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള കാരണം കൊണ്ട് കുറേ നേരം ഇരുന്നിട്ട് കഴുകുമ്പോൾ പിന്നെ ശങ്കരേട്ടൻ്റെ ഡ്രസ്സൊക്കെ ആണെന്ന് എൻ്റെ ഡ്രസ്സൊന്നും അധികം ഉറച്ച് കഴുകേണ്ടി വരില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള വിയർപ്പ് മാത്രം അല്ല ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ പണിക്ക് പോകുന്നതല്ല. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കറയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കുറേ നേരം ഇരുന്ന് ഉരയ്ക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നിട്ട് ഉരയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണ്ടലൊക്കെ ഭയങ്കര വേദനയാവും. അപ്പോൾ നമ്മൾ കല്ല് മേടിച്ചതിൻ്റെ ശേഷം ഒരു കടയിൽ പോയപ്പോൾ അലക്കണ കല്ല് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ എന്തായാലും ഓൾറെഡി കല്ല് മേടിച്ച് 300 രൂപ കൊടുത്തിട്ട്. ഇനി 1900 രൂപയായിരുന്നു അവിടെ കണ്ട കല്ലിന് വില ഉണ്ടായിരുന്നത്. അലക്കണ കല്ലിന് സ്റ്റാൻഡൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മേടിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പൈസയുടെ പ്രശ്നം കാരണം കൊണ്ടാണ് മേടിക്കേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ബോഡി ഭയങ്കര വീക്കായി തുടങ്ങി. അപ്പോൾ ഡിസ്കിനൊക്കെ ഭയങ്കര വേദന, കാലുമിക്കൊക്കെ നല്ല വേദന വന്നു തുടങ്ങി. നമ്മൾ വിചാരിച്ചു ഒന്നല്ലെങ്കിൽ ഈ സംഭവം തന്നെ ഒന്ന് സെറ്റാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ശങ്കരേട്ടന് ഒട്ടും ടൈമില്ല. പണിക്ക് പോകണം. പണി മാറ്റിയിട്ട് ഏകദേശം ഒരു 2 മണി 3 മണി സമയത്തൊക്കെയാണ് ആൾ വരിക. രാവിലെ 7 മണിക്ക് പോയിട്ട് അത് കഴിഞ്ഞ് വന്ന ആൾക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു അലക്കണ കല്ല് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ പോയി ചോദിച്ചപ്പോൾ 1900 ഒക്കെ ചെറുതാണ്, 2000 സംതിങ് ഒക്കെ ആകുമ്പോൾ കുറച്ച് വലുപ്പമുള്ളതുണ്ടാവും. അങ്ങനെ എന്നാൽ ശരി, ഓക്കെ, നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി മേടിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ ഒരാൾ പോയി നോക്കിയിട്ട് കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ ക്ലാസ്സിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, വെറുതെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട, ഇനി ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ, വെറുതെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട, അത് ഉണ്ടാക്കിയതൊന്നും ചൊവ്വാവില്ല, ഇത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആൾ സമ്മതിച്ചില്ല. ആൾ പറഞ്ഞു, വെറുതെ തന്നെ 2500 രൂപ കളയണ, ഒരു 500 രൂപയുടെ ഉള്ളിൽ ഈ സാധനം ഞാൻ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ സെറ്റ് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ആൾ സെറ്റ് ചെയ്ത് തന്നു, പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഇപ്പോൾ തുണി കഴുകുന്ന കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. പിന്നെ നമ്മളിവിടെ ഈ വീട്ടിലേക്ക് മാറേണ്ട കാര്യം, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ചുമരും മുകൾ വശവും ഒക്കെ ഷീറ്റാണ്. അപ്പോൾ ഒരു 9 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം കാലപ്പഴക്കം വന്ന് അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോന്നിട്ടുണ്ട്. പിന്നെ ഇനി മഴക്കാലമാണ് വരുന്നത്, അകത്തൊക്കെ വെള്ളം വീഴും. ഞാൻ കഷ്ടിച്ചാണ് അവിടെ കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്കത് പൊളിച്ച് മേലിപ്പോൾ നടക്കില്ല. അപ്പോൾ പതുക്കെ എന്തായാലും അത് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് തന്നെ പോകണം. അതെന്തായാലും നമ്മുടെ സ്വന്തം വീടാണ്. നമ്മൾ മാസത്തിലൊരിക്കൽ പോയിട്ട് അതൊക്കെ ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ അനിയത്തിയും അമ്മയും ഒക്കെ അവിടെ ഉണ്ട്. അവരെന്നൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അവൾ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. അവൾ ഇവിടെ വന്നിട്ട് റീൽസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരും, അവളെ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ അവിടെ തന്നെയാണ്, അതൊന്നും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. ദേശമംഗലത്താണ് എനിക്ക് ഗ്യാസിൻ്റെ കണക്ഷൻ ഉള്ളത്. അത് എരുമപ്പെട്ടിക്ക് വരില്ല എന്ന് പറഞ്ഞവർ. ഇവിടെ വേറെ എവിടെയെങ്കിലും ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനൊക്കെ റിസ്ക് അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ മതി, നിങ്ങളവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്. അപ്പോൾ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും അങ്ങോട്ട് തന്നെ പോകണം. ഇനിയിപ്പോൾ എനിക്ക് റെസ്റ്റിംഗ് ടൈമാണ്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അതല്ല വെച്ചെങ്കിൽ ഉച്ചയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് ഉറങ്ങും.
അപ്പോൾ ഏട്ടൻ കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 2:30 ആവാറാകുമ്പോഴാണ് ഡോക്ടർ അവിടെ എന്താ ടോക്കൺ കൊടുത്തു തുടങ്ങുക. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുന്ന വേണ്ട കേട്ടോ, അവിടെ ചെന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഒരു 2:30 ആവാറാകുമ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങോട്ട് എത്താം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ആൾ വരുമ്പോഴത്തേനും കുറച്ച് നേരം കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഗൃഹനാഥൻ വന്നിട്ടുണ്ട്. ചോറ് കഴിക്കുക ഗൃഹനാഥ. ഇന്നെന്താ ചോറിലേക്ക് കറി എന്തൊക്കെയുള്ള പറഞ്ഞേ? മുട്ട പൊരിച്ചത്, കടലക്കറി, മീൻകറി, മീൻ വറുത്തത്. ലാവേഷ് താഴ്ത്തിരിക്കുക. ഇവിടെ മേശയും കസാര ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ മനുഷ്യന് താഴ്ത്തിരിക്കണതാണ് ഇഷ്ടം. ഇവിടെ മേശയും കസാര ഉണ്ടെന്ന് മാത്രമല്ല, രാവിലത്തെ ചായ മാത്രം ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് ചോറ് നിലത്തിരുന്ന് കഴിക്കണം. നിലത്തിരിക്കാമ്പാ തറയൊന്നും തറയത്ര. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളെവിടേക്കാണ് പോണേ? ഹോസ്പിറ്റലിൽ പോവാണ്. എന്താ മേലത്തെ കുറവുണ്ടോ? എനിക്ക് കണ്ടിട്ട് കുറവൊന്നും തോന്നണില്ല. പക്ഷേ ആളുടെ കൂടെ പണിയെടുക്കുന്ന ചേട്ടൻ പറഞ്ഞത് കുറവായിട്ട് തോന്നുന്നുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ ഡെയിലി കാണുന്ന കാരണം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കയ്യമ്മത്തൊക്കെ പുറത്തേക്ക് വന്ന പോലെ തോന്നുന്നു. പുറത്തൊക്കെ കുറവുണ്ട് കേട്ടാ. കയ്യമ്മത്തെ പക്ഷെ കൂടുതലാ, എന്താ അറിയില്ല. ഓക്കെ, ആള് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുന്ന സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ വേണം നമ്മുടെ അവിടുന്ന് തൃശ്ശൂർക്ക്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണം. ബൈക്കിൻ്റെ മുകളിൽ പോകുമ്പോൾ പെട്ടെന്ന് എത്താറുണ്ട്. സ്കൂട്ടി ആണെങ്കിൽ പതുക്കെ എത്തുള്ളൂ. പിന്നെ നമ്മൾ അധികം സ്പീഡിലൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ ബൈക്ക് നേരെയാക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. കുട്ടഞ്ചേരിയാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. നമ്മുടെ വണ്ടികളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ചേട്ടനാണ് കേട്ടോ, രാധാകൃഷ്ണേട്ടൻ. ആൾക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് നമ്മൾ ബൈക്കിൻ്റെ മുകളിൽ പോവുകയാണ്. അപ്പോൾ ആൾ വേറൊരു വണ്ടിയുടെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നല്ല ഡോക്ടറാണ് എന്നൊക്കെ ആൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറ്റിയങ്കാവ് വഴിയാണ് പോകുന്നത്. അപ്പോൾ കുറ്റിയങ്കാവ് അമ്പലം വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം കുറ്റിയങ്കാവ് പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ പൂരത്തിന് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി അത്താണി പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചു. അവിടെ നിന്ന് അങ്ങനെ വീണ്ടും പോവാണ്. ഡോക്ടർ അവിടെ എത്തുമ്പോഴത്തേനും 2:30 ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ്. നമ്മൾ വിചാരിച്ചു ഒരുപാട് ആൾക്കാർ വണ്ടികളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് പോരുന്ന കാര്യം കഷ്ടമായിരിക്കുമെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കലും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ മരുന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിക്കുക, അവിടെ നിന്ന് എഴുതാന്ന് അവിടെ നിന്ന് തന്നെ മേടിക്കുക. ആളൊരു 15 മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങി വന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്തുണ്ടായേ എന്നുള്ളൊരു സംഭവം. വൈകുന്നേരം ഇരുട്ടാവും വീട്ടിലേക്കൊക്കെ എത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് തിരിച്ചു പോരാണ്. തൃശ്ശൂരിൽ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴക്കാറ് വരുന്നുണ്ട്. നമ്മൾ മഴ കിട്ടും തന്നെയാണ് വിചാരിച്ചത്. സാധാരണ കോട്ട് എടുക്കാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ പറ്റാറുണ്ട്. ഭാഗ്യത്തിന് എന്തോ മഴയൊന്നും ഉണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു കരിക്ക് കട തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അവർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതുകൂടെ പോകുമ്പോഴൊക്കെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ ഇത്ര വല്ലാതെ സ്പെഷ്യലി എന്നിങ്ങനെ ആൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് കുടിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വീണ്ടും അവിടെ കയറിയേക്കാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിച്ചില്ല, എനിക്ക് ചോറ് കഴിച്ചത് തന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല, ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വയറ് ഒരുപാട് ഫുള്ളായിട്ട് കഴിച്ച് വീണ്ടും കഴിച്ച് കുത്തി കയറ്റിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട സംഭവം ചെടികളുണ്ടായിരുന്നു. പക്ഷേ ചെടികളൊന്നും ഇപ്പോൾ വാങ്ങി വെക്കാൻ പറ്റില്ല. നമ്മൾ കുറേ ചെടികളൊക്കെ വാങ്ങി വെച്ച് വീട്ടിൽ ഉണങ്ങിപ്പോയ കാരണം ഇനി ചെടി മേടിക്കേണ്ട കേസ് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അപ്പോൾ ഞാനതൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഇവിടെ വന്നു, കുറച്ച് നേരം കിടന്നുറങ്ങി. വണ്ടിയുടെ മുകളിൽ ഇരുന്ന ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാലത്ത് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തലവേദനയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചായ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ വെക്കുകയാണ്. അപ്പോഴത്തേനും ആൾ പോയി കേട്ടോ. വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയം കൊണ്ട് ഞാൻ ചായയൊക്കെ വെച്ചു. പിന്നെ ഒന്ന് ഫ്രഷായി.
പിന്നെ വൈകിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. രാവിലെ വിളക്ക് വയ്ക്കും കേട്ടോ. അപ്പോൾ വൈകിട്ടും നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം ചായ വെക്കുകയാണ്. പിന്നെ ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേകം ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ശങ്കരേട്ടന് ഒരു ഇതിൽ ചായ കുടിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതിൽ തന്നെ ചായ കുടിക്കണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ആൾക്കൊരു ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച പാത്രങ്ങളാണ് കിടക്കുന്നത്. ധൃതിയിൽ പോണ കാരണം അത് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴുകാൻ വേണ്ടി ഒരു ടാസ്ക്കായിട്ട് അവിടെ കിടപ്പുണ്ട്. അതാണ് ഞാൻ കാണിച്ചത്. തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്താവട്ടെ ശരിക്കും. അങ്ങനെ നമ്മൾ അടുക്കളയത്ത് ജനാല തുറന്നുള്ള വ്യൂ ആണിത്. തൊട്ടപ്പുറത്തൊരു ഡോക്ടറുടെ വീടാണ്. ആ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അവിടെ തെങ്ങുണ്ട്. അവിടെ കുറേ തെങ്ങുണ്ടായിരുന്നു. ആ ബിൽഡിങ് പുതിയത് പണിയുന്ന സ്ഥലത്തൊക്കെ തെങ്ങായിരുന്നു. അതൊക്കെ നമ്മുടെ ശങ്കരേട്ടൻ തന്നെ കയറിയിരുന്നത്. അത് അവിടെ ബിൽഡിങ് വരുന്ന കാരണം അവിടെ കുറേ തെങ്ങൊക്കെ മുറിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങ് ഇവിടെ ഉള്ളൂ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊരു തെങ്ങുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുകളിൽ തേങ്ങയൊക്കെ ആയി വരുന്നുള്ളൂ. അത് അവർക്ക് തന്നെ കയറാൻ പറ്റും. അവിടെ ഒരു കോണിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല രസമാട്ടോ. അവിടെ ജനാല തുറന്നിട്ടിട്ട് ഞാനവിടെ നിന്നിട്ട് നോക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ മഴ പെയ്താൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. ഇവിടെ സൗണ്ടൊന്നും ഇല്ല, വാർപ്പായ കാരണം. ഇതൊരു 7 കൊല്ലം മുന്നേ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചേച്ചി. ആ ചേച്ചിയുടെ മക്കൾ തന്നതാണ് കേട്ടോ. അവരെന്നെ വിളിക്കുന്നത് ചിന്നു കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. രഞ്ജിത രേണുക എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മാം, അവരെന്നെ മാമാന്നാട്ടോ വിളിക്കുക. അപ്പോൾ അവരുടെ അമ്മയുടെ അനിയത്തി എന്നുള്ളൊരു ഇതിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അവർ ഒരു 7 വർഷം മുന്നേ ആ പ്രാവശ്യത്തെ ബർത്ത്ഡേ നന്നായി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടു തന്നതാണ്. പിന്നെ ഇവിടെ കുറേ കുപ്പി ഗ്ലാസ്സുകളൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാമെന്നുള്ള രീതിയിൽ കുറേ കുപ്പി ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സിബിഷന് പോയപ്പോൾ നമ്മൾ കുഞ്ഞ് കപ്പ് മേടിച്ചായിരുന്നു. പിന്നെ അവിടെ മറ്റേ അളവ് ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. അത് മദ്യടിക്കാനുള്ള സംഭവമാണെന്നാണ് ഇവിടെ പിള്ളേർ വന്നപ്പോൾ പറഞ്ഞത്. ആ ചേച്ചി പെഗ് ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ പെഗ് അടിക്കാനല്ല, നറുനീണ്ടി വാങ്ങിച്ച് അളന്നൊഴിക്കാമെന്നും പറഞ്ഞിട്ട് ഒരാൾ മേടിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ നറുനീണ്ടി ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഓരോ കടകളിൽ പോയി ചോദിക്കുമ്പോൾ ഓരോ വിലയായിട്ട് ആളവിടെ നിന്ന് മേടിക്കാണ്ട് പോകുന്നു. ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ 150 അപ്പോൾ അത് കൂടുതലാണ് പറഞ്ഞിട്ട് അടുത്ത കടയിൽ പോയി ചോദിച്ചപ്പോൾ പിന്നെ അത് 180 200 ആയി. അപ്പോൾ ആളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ പെഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് അവിടെ ഇരിപ്പായി. നറുനീണ്ടിയില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വൈകിട്ട് പൊറോട്ട കഴിക്കണം എന്ന് തോന്നിയിട്ട് പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള മീൻകറി ഉണ്ടായിരുന്നു. പൊറോട്ടയും മീൻകറിയും കൂടി കഴിച്ചു നമ്മൾ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് 1:30 ഫുഡ് കഴിച്ചിട്ട് പോയതൊക്കെ ആണെങ്കിൽ ഉച്ചരിഞ്ഞിട്ട് ഇളനീര് ഷേക്ക്, കരിക്ക് ഷേക്ക് ഒന്നും കുടിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പോൾ വിശക്കുണ്ടായിരുന്നില്ല. വൈകിട്ടാകുമ്പോഴത്തേനും ഉറങ്ങി എണീച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മുടെ കട്ടിലിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ടാസ്ക് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേനും ഒരു വിധാവും എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ ഓരോ സൈഡ് ഇങ്ങനെ ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കഴിയുമ്പോൾ ഇനി അടുത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഓരോരോ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ അവിടെ കട്ടിൽ ഉരക്കലും കാര്യങ്ങളും ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.